ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കൺസീൽഡ് ഫ്ലഷ് വരുന്ന ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീൽഡ് ഫ്ലഷ് നമ്മൾ ഭിത്തിയുടെ അകത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളത് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ പ്ലാസ്റ്റിക് കാര്യങ്ങൾ കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് കൺസീൽഡ് ഫ്ലഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് കൺസീൽഡ് ഫ്ലഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ജസ്റ്റ് അതിൻ്റെ അകത്ത് ടാങ്ക്, അതായത് വാട്ടർ ടാങ്ക് കാര്യങ്ങൾ, സ്റ്റോറേജ് ടാങ്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അതിനൊരു ഫ്രെയിം വരുന്നുണ്ട്. ഈ ഫ്രെയിമിലാണ് നമ്മൾ ക്ലോസറ്റ് കാര്യങ്ങൾ പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിത് കൊടുത്തിരിക്കുന്നത് ഭിത്തിയിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത്, അതായത് ഭിത്തിയിലേക്ക് നമ്മൾ ഫിഷ് റൈയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വേറെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ താഴെ ഇത് പ്രൊജക്റ്റ് ചെയ്യാതെ നേരെ ഭിത്തിയുടെ അകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് പോകുന്ന 4-5 പൈപ്പ് ഉണ്ടാവും. ആ 4-5 പൈപ്പ് കൺസീൽ ചെയ്ത് പോകണമെങ്കിൽ താഴെ വരുന്ന ബെൽറ്റ് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന സ്റ്റീൽ അല്ലെങ്കിൽ കമ്പി കട്ട് ചെയ്ത് കളയേണ്ടി വരും. അങ്ങനെ കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് വീടിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൺസീൽ ചെയ്യാതെ കുറച്ച് പുറത്തേക്ക് വെച്ചാൽ കൂടിയും വീടിൻ്റെ സേഫ്റ്റി എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഫ്രെയിം തന്നെയാണ് വെച്ചതിന് ശേഷം നമ്മൾ ഫിഷർ ചെയ്ത് കറക്റ്റ് മെഷർമെൻറ്റിൽ വയ്ക്കുക. വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വരുന്ന ജസ്റ്റ് കട്ടയും കാര്യങ്ങളൊന്നും കെട്ടണമെന്നില്ല, അതായത് സൈഡ് കട്ട കെട്ടണമെന്നില്ല. താഴെ നിന്നും, അതായത് ഈ കൺസീൽഡ് ഫ്ലഷിൻ്റെ ഫ്രെയിം നമ്മൾ ഡ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെ നിന്നും കട്ട കെട്ടി അതിൽ സപ്പോർട്ട് ചെയ്യണം. കട്ട കെട്ടി സപ്പോർട്ട് ചെയ്തിട്ടാണ് അതിലാണ് ഈ പറയുന്നത് കട്ടയിലാണ് ഫുൾ വെയിറ്റ് കാര്യങ്ങൾ വരുന്നത്. അതിനുശേഷം മൊത്തം തേച്ച് ഫിനിഷാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ താഴെ മാത്രം നമ്മൾ കട്ട വെക്കേണ്ട കാര്യമുള്ളൂ. അതായത് നമ്മുടെ ഫ്ലഷിൻ്റെ സൈഡുകളിലൊന്നും എക്സ്ട്രാ കട്ട വെക്കരുത്. കട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത്ത് വരും, ഒരു സൈഡിലേക്ക് വീതി കൂടുതലായിട്ട് വരും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ആംഗിൾ കോക്കിൻ്റെയൊക്കെ ഗ്യാപ്പ് വളരെ കുറഞ്ഞു പോകും. നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും, വളരെ വലിയൊരു വീതിയിലേക്ക് വരും. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല, സൈഡിൽ കട്ട വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല. താഴെ മാത്രം, അതായത് ബേസ്മെൻറ്റ് വരുന്നുണ്ട്, ആ ബേസ്മെൻറ്റ് മാത്രം കട്ട വെച്ച് ക്ലിയർ ചെയ്ത് അതിലിരുത്തിയാൽ മതി. അപ്പോൾ ഫുൾ വെയിറ്റ് കാര്യങ്ങൾ, നമ്മൾ ക്ലോസറ്റിൻ്റെ വെയിറ്റും നമ്മൾ ഇരിക്കുന്ന വെയിറ്റും എല്ലാം കൂടി ആ കട്ട താഴത്തെ ബേസ്മെൻറ്റിലാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ടൈല് കാര്യങ്ങൾ, അപ്പോൾ ഓവറായിട്ട് നമ്മൾ പറഞ്ഞ പോലെ കട്ട വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ സൈഡ് മൊത്തം, അതായത് കട്ട വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ സൈഡിലേക്ക് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് പോകും. പിന്നെ ടൈലും കൂടി ഒട്ടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് കട്ട ഒട്ട ആവശ്യമില്ല. ഇനി നമ്മൾ താഴെ കട്ട വെച്ച് കെട്ടി തേച്ച് ക്ലിയർ ചെയ്തു. അതിനുശേഷം ഇനി ടൈൽ ഒട്ടിച്ചാൽ മാത്രം മതി. ടൈൽ ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ലാതെ ഓക്കെ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കൺസീൽ ഫ്ലഷ് കൊടുക്കുന്നതിന് ഒരു അളവുണ്ട്, മെഷർമെൻറ്റിന് താഴെ കണ്ട ആ ബോൾട്ട് സെറ്റിന് 2 ബോൾട്ട് വരുന്നുണ്ട്. അത് അവിടെയാണ് നമ്മൾ ക്ലോസറ്റ് ഉറപ്പിക്കുന്നത്. അത് താഴെ ഫ്ലോറിൽ നിന്നും ഫിനിഷിംഗ് ലെവലിൽ നിന്നും 14 ഇഞ്ചാണ് നമുക്ക് ലാസ്റ്റ് ഫിനിഷിംഗ് ലെവൽ കിട്ടേണ്ടത്. ആ ഫിനിഷിംഗ് ലെവൽ 14 ഇഞ്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോസറ്റിൻ്റെ അടിവശം, ക്ലോസറ്റ് പിടിപ്പിച്ച് കഴിയുമ്പോൾ നോർമൽ ലെവലിൽ അടിവശം നമുക്ക് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് മിനിമം നമുക്ക് കിട്ടും. ക്ലോസറ്റ് ഏറ്റവും ടോപ്പ് ഫിനിഷിംഗ് ലെവൽ 16 ഇഞ്ചിനും 18 ഇഞ്ചിനും നമുക്ക് ലെവലിൽ കറക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന കൺസീൽഡ് ഫ്ലഷ് എങ്ങനെ കറുക്കണമെന്നും അത് ഇങ്ങനെ കട്ട കെട്ടി ക്ലിയർ ചെയ്യണം എന്നും അതുപോലെ തന്നെ തേച്ച് ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.